ഏറ്റുമാനൂർ കോട്ടയം റൂട്ടില് മെഡിക്കൽ കോളേജ് അമ്മഞ്ചേരിക്ക് സമീപം നമുക്ക് നല്ലൊരു 8 സെന്റ് സ്ഥലത്തില് 2400 സ്ക്വയർ ഫീറ്റ് വീടിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുക. ഇവിടെ 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ്, 8 സെന്റ് സ്ഥലമുണ്ട്, കിണർ വെള്ളമുണ്ട്, വെള്ളം കയറത്തില്ല, കയറുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സൂപ്പർ ലൊക്കേഷൻ, നല്ല ഹൈ ക്ലാസ് ലൊക്കേഷൻ. ഈ വീടിന് ചോദിക്കുന്ന വില 1,05,00,000 രൂപ മാത്രം, നെഗോഷ്യബിളുമാണ്. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും നല്ല കമന്റുകൾ എഴുതാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നല്ല ഗംഭീരമായിട്ടുള്ള, കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വീടിന്റെ മുൻപിലേക്കാണ് നിങ്ങളെയുമായി എത്തിയിരിക്കുക. ഇവിടെ നല്ലൊരു ഗേറ്റ്, നല്ലൊരു CNC കട്ടിംഗ് ഒക്കെ ഉള്ള നല്ലൊരു ഗേറ്റ് കടന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു ഗാർഡനിങ്, നല്ല മുറ്റമൊക്കെ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് നല്ല ഒരു പച്ചപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ്. ഇവിടെ ഇതാണ് കാർ പോർച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിനെ സാധാരണ കോൺക്രീറ്റ് ചെയ്യുന്നതിലും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാർ പോർച്ചാണ്. നമുക്ക് അതിനടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ വണ്ടിയൊന്നും മഴ നനയാത്ത രീതിയിൽ തന്നെയാണ് ഈ കാർ പോർച്ച് സെറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ മുറ്റം, വാഹനം കയറ്റി തിരിക്കാവുന്ന രീതിയിലുള്ള നല്ല മുറ്റമുണ്ട്. ആ മുറ്റത്തിന് സമീപത്ത് തന്നെ നമുക്ക് കിണറുണ്ട്. ഇവിടെ ഒരു പച്ചപ്പ് വിരിച്ചിരിക്കുന്ന ഒരു മൈതാനിയിലൂടെ നടന്നു പോകുന്നത് പോലെയാണ് ഇവിടുത്തെ ഒരു ഫീലിംഗ്. നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണുവാനായിട്ട് പോവുകയാണ്. ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിനകത്ത്, അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് തന്നെ എന്ന് എടുത്തു പറയാവുന്ന രീതിയിലുള്ള ഒരു വീട് തന്നെയാണ്. ഇതാണ് ഇവിടെ കിണർ, നമുക്കിവിടെ കാണാം. കിണർ വലിയ കിണറാണ്, അത് ഒതുക്കി കെട്ടിയിരിക്കുന്നതാണ്. മുറ്റത്ത് ഒരു പ്ലാവും തൈ വെച്ചിട്ടുണ്ട്. മുറ്റത്തിൻ്റെ സ്പേസ് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെങ്കിലും അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ പബിൾസൊക്കെ ഇട്ട് നല്ലൊരു സെറ്റപ്പാക്കി എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോണ്, അതുപോലെ തന്നെ നമ്മുടെ കാർ പോർച്ച് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സിറ്റ് ഔട്ട് ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുക. അവിടുന്ന് നമ്മൾ നമ്മുടെ വീടിനകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഡോറ് ഒന്ന് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഡോർ ക്ലോസ് ചെയ്താലേ നമുക്ക് ഡോറിൻ്റെ ഭംഗി കാണാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഡോറൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വീടിനകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇത് നമ്മുടെ വീടിനകത്ത് തന്നെ ഒരു ഇൻ്റർ ഗാർഡൻ പോലെയൊക്കെ ചെയ്തിരിക്കുന്നതാണ്. സിറ്റ് ഔട്ടിൽ എല്ലാം നല്ല ഭംഗിയുള്ള, നല്ല ക്യൂട്ടായിട്ടുള്ള, നല്ല ഒരു വൃത്തിയായിട്ട് തന്നെയുള്ള നല്ല വീട് തന്നെയാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ്. നല്ല ഒരു തേക്കിൻ്റെ തടി കൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ, നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ്. കാരണം ഇപ്പോഴത്തെ എല്ലാ വീടുകളും തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമുക്ക് ഇപ്പോൾ എല്ലാം ഡോറുകൾ വളരെ സിമ്പിളായിട്ടാണ്. പഴയ കാലത്തെ പോലെ മുന്തിരിക്കൊലകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി വർക്കുകളൊന്നും ഡോറിന് കൊടുക്കാറില്ല. ഇത് നല്ലൊരു ബാൽക്കണി. ഈ ബാൽക്കണി കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. കാരണം കയറി വരുമ്പോൾ തന്നെ ഒരു ബാൽക്കണി, സ്റ്റെയർ കേസും ഒപ്പം ബാൽക്കണി നല്ല ഹാൻഡ് റെയിലൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്നൊരു ബാൽക്കണി. ഇനി നമ്മൾ നേരെ ഇവിടെയെല്ലാം കബോർഡുകളാണ് ചെയ്തിരിക്കുക. ഇവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പോവുകയാണ്. കയറി വരുന്ന ഹാളിനാവട്ടെ ഡൈനിങ് ഹാളിനാവട്ടെ എല്ലാം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ്, വലിപ്പമുള്ള ഹാളാണ്. ഇവിടെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ്. ഇവിടെയാണ് കബോർഡ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ടുള്ള നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക.
ഇവിടെ ഡ്രസ്സിംഗ് ഏരിയയിലും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജുമായിട്ടൊരു 1.5-2 കിലോമീറ്റർ ദൂരമായിരിക്കും ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് കാരിത്താസ്, അതുപോലെ യൂണിവേഴ്സിറ്റി, മാന്നാനം കോളേജ്, മാന്നാനം കെ സ്കൂള്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ലൊക്കേഷനിലോട്ടും പോകുക. എല്ലാത്തിൻ്റെ ഒരു മിഡിലിൽ സ്ഥിതി ചെയ്യുന്നൊരു വീട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. യൂണിവേഴ്സിറ്റി അതുപോലെ എല്ലാത്തിൻ്റെയും മിഡിലിലാണ്. യൂണിവേഴ്സിറ്റിയിലോട്ടാണെങ്കിലും ഒരു 1.5-2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നുള്ളത്. അതിരമ്പുഴ, അതുപോലെ തന്നെ ഏറ്റുമാനൂർ, കോട്ടയം ടൗണ് എന്ന് വേണ്ടുന്ന എല്ലാ ഭാഗങ്ങളിലേക്കും പോകുവാനായിട്ട് എല്ലാത്തിൻ്റെയും മിഡിലിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ലൊക്കേഷൻ, നല്ലൊരു വീട് എന്നുള്ളതാണ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നത്. കാരണം ഇത് നല്ല ലൊക്കേഷനാണ്. അമ്മഞ്ചേരി ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ്. എല്ലാം നല്ല ഹൈ ക്ലാസ് ആൾക്കാർ തന്നെ ജീവിക്കുന്ന, ഏറ്റവും ശാന്തസുന്ദരമായിട്ട് ആൾക്കാർ ജീവിക്കുന്ന, സൈലൻ്റായിട്ട്, അതായത് മറ്റ് പ്രശ്നങ്ങളോ മറ്റ് അലമ്പുകളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ലൊരു ലൊക്കേഷനാണ് അമ്മഞ്ചേരി മേഖല എന്ന് പറയുന്നത്. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് അമ്മഞ്ചേരി. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മഞ്ചേരി ഭാഗത്ത് ജീവിക്കുവാനായിട്ട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഒറ്റ വാക്കിൽ പറയാനായിട്ടുള്ളത്. അത്രയ്ക്ക് നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇത് TV യൂണിറ്റാണ്. TV യൂണിറ്റിൻ്റെ നല്ല വർക്കുകളാണ് TV യൂണിറ്റിൻ്റെ ചെയ്തിരിക്കുക. ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ജനൽപ്പാളികളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. നല്ല കാറ്റും വെളിച്ചമൊക്കെ കയറി വരാവുന്ന രീതിയിലുള്ള ജനൽപ്പാളികളാണ്. ഇവിടെയും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നല്ല കബോർഡ് വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും തന്നെ കബോർഡുകളുണ്ട്. കാരണം നമുക്ക് വീട്ടിൽപ്പെട്ട സാധനങ്ങൾ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തൊക്കെ മേടിച്ച് വരുന്ന ഒരു 90% എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒന്നുകിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ കാരിത്താസിലെ, അല്ലെങ്കിൽ മാതാ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ്, അല്ലെങ്കിൽ കോട്ടയം ടൗണിൽ കളക്ട്രേറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, എഞ്ചിനീയേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെയായിരിക്കും 99% ഇവിടെ വീട് വാങ്ങിക്കുവാനായിട്ട് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഫർണിച്ചറൊന്നും തപ്പി നടക്കാനോ ഒന്നിനും സമയമുണ്ടാവില്ല. അപ്പോൾ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് കിട്ടിയാൽ അത്രയും ബെസ്റ്റ് എന്ന് ചിന്തിക്കുന്നവരാണ് ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർ. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കുകൾ നമുക്ക് കാണാം. ഡൈനിങ് ഹാളിലെ ഇൻറ്റീരിയർ വർക്കുകൾ അതിമനോഹരമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ഇറങ്ങി കാണിക്കുന്നില്ല, എങ്കിലും ലോക്കായിരുന്നു, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല. 3 ഫേസാണ് വയറിങ് കൊടുത്തിരിക്കുക. ഇവിടെ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു സിറ്റ് ഔട്ട് പോലെ ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു കോർട്ട്യാർഡ്, സിറ്റ് ഔട്ട് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല, എങ്കിലും നല്ലൊരു കോർട്ട്യാർഡ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഗ്ലാസ് ഇട്ടാണ് കവർ ചെയ്തിരിക്കുക. ഇവിടെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് ശകലം വിട്ട് നിൽക്കാവുന്ന രീതിയിലാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുക. അവിടുന്ന് നമ്മുടെ ഓപ്പൺ കിച്ചണിലേക്കാണ് പോകുന്നത്. ഓപ്പൺ കിച്ചൺ, ഇത് നല്ലൊരു ഓപ്പൺ കിച്ചൺ തന്നെയാണ്. നല്ലൊരു മോഡുലാർ കിച്ചൻ്റെ ഫീലിംഗ് തോന്നുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ കിച്ചൺ. ഇവിടെ 2 പൈപ്പ് കൊടുത്തിരിക്കുന്നതാണ്. ഒന്ന് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനാണ്. ഇവിടെ നമ്മുടെ നല്ലൊരു മോഡുലാർ കിച്ചൻ്റെ സ്റ്റൈലിൽ തന്നെ ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ. അവിടുന്ന് വർക്ക് ഏരിയയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടെയാണ് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ്. പ്രൊഫൈൽ ഹാൻഡിൽ വെച്ചാണ് കൊടുത്തിരിക്കുക. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ഇവിടെയാണ് വന്നിരിക്കുക. അങ്ങനെ നമ്മൾ അതിമനോഹരമായൊരു കിച്ചൺ കണ്ടുകൊണ്ട് നമ്മൾ നേരെ ഇനിയും ഡൈനിങ് ഹാൾ വഴി മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. 2 നില വീടാണ്. 2 നിലയിൽ 2ാം നിലയുടെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പോവുകയാണ്. അപ്പോൾ ഇത് വീണ്ടും കിച്ചൻ്റെ മനോഹാരിത, ഭയങ്കര നല്ല ഭംഗിയാണ് കിച്ചൺ. അത് ഒന്നുകൂടി വട്ടം കറങ്ങി നിന്ന് കാണിക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഒന്നുകൂടി കറങ്ങി ഇനി നമ്മൾ നേരെ മുകളിലേക്ക് പോവുകയാണ്. ഈ വീടിന് സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു. 1,05 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. നമ്മൾ സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. എല്ലാം വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ തന്നെ പ്രോസസ്സിങ് ചെയ്ത് തരാവുന്ന രീതിയിലാണ് നമ്മൾ ലോണിൻ്റെ കാര്യങ്ങൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും തന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലുള്ളവരാണെങ്കിൽ പിന്നെ നമ്മൾ ആധാരത്തിന് സമയത്ത് വന്നാൽ മതി. അത്രയും കാര്യങ്ങൾ നമ്മൾ അതുപോലെ സെറ്റ് ചെയ്താണ് ലോണിൻ്റെ കാര്യങ്ങൾ. അല്ല ടെൻഷൻ അടിച്ച് നിങ്ങളുള്ള ബാങ്ക് വഴി കയറി ഇറങ്ങി
സമയം വേസ്റ്റാക്കി ഓടേണ്ട കാര്യം ഇല്ല എന്നുള്ളത് തന്നെ ഉറപ്പ് പറയാം 100%. നമ്മൾ മുകളിലത്തെ നിലയിൽ കയറി അപ്പോൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ പോവുകയാണ്. എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്നൊരു വീട്, പ്രകൃതിക്ഷോഭ ഭീഷണികളില്ലാത്തൊരു വീട്, അങ്ങനെയൊക്കെയുള്ള കുറേ വിശേഷണങ്ങളാണ് ഈ വീടിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഈ ടോയ്ലറ്റ് കാണാം. ടോയ്ലറ്റിന് ഒരു പാർട്ടീഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള സൗകര്യം എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ ലൈൻ എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട്. എക്സോസ് ഫാൻ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ, മുകളിലത്തെ നിലയിലെ ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് ഇറങ്ങി. ഇനി ഒരു ബെഡ്റൂമും കൂടിയാണ് ഈ വീടിനെ കാണുവാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാണ് ഓപ്പൺ ടെറസ് ഏരിയ. ഇവിടെ നമ്മുടെ ഈ ഒരു എൽ ഷേപ്പിൽ അങ്ങേയറ്റം വരെയുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീൻ വെച്ച് തുണി അലക്കി ഉണങ്ങാനിടാനോ അതൊരു റൂഫ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള കുറേ ഉപകാരങ്ങൾ കിട്ടുന്നതാണ്. ഇനിയും നമ്മൾ നേരെ ഇവിടെ നമ്മുടെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ വീടിൻ്റെ 4 ബെഡ്റൂമും നമ്മൾ കണ്ടു. ഇതാണ് താഴെ നിന്ന് നോക്കുമ്പോഴത്തെ ബാൽക്കണിയുടെ വ്യൂ. മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാലും അങ്ങനെ തന്നെ നല്ല വ്യൂ ആണ്. ഇനി നമ്മൾ ഈ വീടിന് ഒരു ബാൽക്കണി ഉണ്ട്, അത് ഇവിടെയാണ്. അപ്പോൾ നല്ലൊരു കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു പ്രൈവസി ഉള്ള രീതിയിൽ തന്നെയാണ് ബാൽക്കണി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് നേരിൽ കാണണമെന്ന് ആഗ്രഹം തോന്നുന്നുവെങ്കിൽ ഉടൻ തന്നെ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. നേരിട്ട് കാണാം. ഏത് സമയത്തും നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ പുത്തൻ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.